അതായത് പുതിയ ഹൃദയമെന്ന് പറയണത് ഇപ്പം തന്നെ അർച്ചന ജിമ്മിയുടെ ഹൃദയം പുതിയതായി. എങ്ങനെ പുതിയതായതാണ്? അവിടെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ അതൊക്കെ അറിയാമല്ലോ, ഒരു ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയിറ്റേജ് നമുക്ക് ചില ആൾക്കാരുണ്ട്. ഞാനൊരു ദിവസം എൻ്റെ ഇടവകയിൽ ഒരു മരിപ്പ് അറിഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ഇടവകയിൽ ഇരിക്കുന്ന സമയത്ത് കൈക്കാരനൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് പള്ളിയോടും എന്നോടും ഒക്കെ ഭയങ്കര കൂറുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ എൻ്റെ യാത്രയിൽ അറിഞ്ഞപ്പോൾ ഞാൻ വണ്ടി വളച്ച് തിരിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമിച്ചു പോയി. തൈക്കൽ എന്ന് പറയും, ചേർത്തല പടിഞ്ഞാറ്. അവിടെ 2 പെട്ടിയിലിരിക്കണ. ഞാൻ 2 പെട്ടിയാണ്. എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴെന്താണ്, അദ്ദേഹം മരിച്ചു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് ഭാര്യ മരിച്ചു അവിടെ വെച്ച്. അതെന്നോട് പറഞ്ഞില്ല. 2 പെട്ടിയും കൂടി കിടക്കേ, ഒരു ടേബിളെ. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു എനിക്കത്. അപ്പം ചിലക്കത് താങ്ങാൻ പറ്റത്തില്ല. അർച്ചന ജമ്മിയുടെ അത്തരം ഹൃദയങ്ങളെ കർത്താവ് ചേഞ്ച് ചെയ്യുകയും ഒരു പുതിയ ഹൃദയം എന്താണ്, അതായത് ഈശോയ്ക്ക് എപ്പോഴും പണ്ട് മുതലുള്ള പരിപാടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടതോ, ആരെയാണ് നഷ്ടപ്പെട്ടതോ, അതുകൊണ്ട് നിനക്കുണ്ടായ ആഘാതങ്ങളെ ആവിയും പുകയും ഏൽപ്പിക്കാത്ത രീതിയിൽ ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കർത്താവാണ് നിൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്നൊക്കെ പറയണത്. കൈയടിച്ച് ശ്രുതികട്ടെ. ദിവ്യകാരുണ്യത്തിന് യെശയ്യാ 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ഒന്ന് പറഞ്ഞേ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഈശോയ്ക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? അതായത് നിന്റെ ജീവിത പങ്കാളി പോയാൽ ആ സ്പേസിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് നിനക്കുണ്ടായിരുന്നതിനേക്കാൾ ശക്തിയും സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് ആ സിറ്റുവേഷൻ്റെ ആവിയും പുകയും പൊള്ളലും ഏൽപ്പിക്കാതെ യെശയ്യാ 43:2 അനുസരിച്ച് കൊണ്ട് വർക്കൗട്ട് ചെയ്യാം. എന്താണ്? അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. വെള്ളത്തിലൂടെ പോകും, വെള്ളം നിന്നെ മുക്കുകയില്ല. കൈയടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുകയില്ല എന്നല്ല, കടന്നു പോകും. ദൈവത്തിൻ്റെ പാക്കേജിലുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അഗ്നിയിലൂടെ നടക്കും, പുഴയിലൂടെ പോകും, സമുദ്രത്തിലൂടെ പോകും. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകും. പക്ഷെ കടന്നു പോകുമ്പോഴും എന്താണ്? ദർ ഇസ് എ പാക്കേജ്. അത് കവനൻ്റൽ പാക്കേജാണത്. എന്താണ്? അത് തീ നിന്നെ പൊള്ളിക്കുകയില്ല, സമുദ്രം നിന്നെ വിഴുങ്ങുകയില്ല. ദാറ്റ് മീൻസ് ഇങ്ങനെ പൊള്ളലുണ്ടാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോയാലും നിന്നെ പൊള്ളിക്കാതെ കൊണ്ടുപോകാൻ നിന്റെ കർത്താവ് പ്രാപ്തനാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളൊരു ഭാഗം എടുത്ത് വായിച്ചു, കഥ വായിക്കണ കഥ വായിച്ചു, അത് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുത്തി എവിടെയെങ്കിലും ഭാഗത്ത് വെച്ചു.
ഇത് ആർക്കും പറ്റും. ബൈബിൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല. ബൈബിള് ഈ ഭൂമുഖത്ത് മനുഷ്യന് കൊടുക്കുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ സാധ്യതയുണ്ട്. അത് നിൻ്റെ അഗ്നി അനുഭവങ്ങളിലും പൊള്ളലനുഭവങ്ങളിൽ പോലും സ്തുതിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നിനക്ക് തരാൻ പറ്റിയ ദൈവത്തിനോടടുത്താണ് നീ, ഒട്ടിയാണ് നീ ബൈബിൾ വായിക്കുമ്പോൾ ഇരിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. ടേക്ക് ദ വേർഡ് ഓഫ് ദാനിയേൽ 3:23. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി യേശുവേ, ആരാധന ആരാധന. ദാനിയേൽ 3:23. ശദ്രാക്ക്, മെഷാക്ക്, അബ്നെഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അതായത് ഈ ദാനിയേലിനെ അവിടുത്തെ നെബൂഖദ്നേസർ രാജാവ് അഗ്നിയെ ഇട്ട് ശിക്ഷിക്കുന്ന ഭാഗമാണ്. പക്ഷെ ദാനിയേൽ എന്നാ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദാനിയേലെ ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിനെ അല്ലാത്ത വസ്തുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കരുത്, യഹോവയോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന സമയത്തും ദാവീദ് കിലോമീറ്റർ അകലെ തൻ്റെ കൂടാരത്തിൽ കിളിവാതിലുണ്ടാക്കി ജെറുസലേമിൻ്റെ ദേവാലയം നോക്കിക്കൊണ്ട് ഒറ്റക്ക് പ്രാർത്ഥിച്ച മനുഷ്യനാണ്. ഈ വെറുതെ ഇങ്ങനെ അഗ്നിയിലൂടെ നടന്നാൽ അഗ്നി വിഴുങ്ങത്തില്ലെന്നല്ല, ദൈവത്താൽ വിഴുങ്ങപ്പെടുന്ന മനുഷ്യരുണ്ട്. ദൈവത്താൽ വിഴുങ്ങിയവനെ അഗ്നി വിഴുങ്ങാൻ പറ്റത്തില്ല. ദൈവത്താൽ വിഴുങ്ങിയവനെ, നമ്മൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്താൽ വിഴുങ്ങപ്പെടുന്ന ഒരു പദ്ധതിയാണ്. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്, ഇൻറ്റൻസി ലവ്. ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹത്താലാണ് നിങ്ങൾ രോഗികളെ കാണാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ രോഗികളുണ്ടെങ്കിലും മറ്റു രോഗികളെ പോയി കാണുന്നത് എന്താണ്? അത് ദൈവത്തോടുള്ള സ്നേഹത്താലാണ്. മഴ കൊണ്ടും മഴ നനഞ്ഞുകൊണ്ടും വെയിൽ കൊണ്ടുമൊക്കെ കൃപാസനം പത്താൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു തീഷ്ണതയുണ്ട്. അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീഷ്ണതയാൽ വിഴുങ്ങുന്ന. ഏലിയ, വാട്ട് യു ആർ ഡൂയിങ് ഹിയർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണത്. ഏലിയ എന്താണ് ചെയ്യണ ഗുഹയ്ക്കുള്ളിലിരുന്നുകൊണ്ടാണെന്ന് ദൈവത്തിന് അറിയാം. അവൻ തീഷ്ണതയുള്ളവനാണ്. പക്ഷെ തീഷ്ണതയുള്ളവൻ്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ ദൈവം കൊതിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? രാജാക്കന്മാർ 19. ശ്രുതികട്ടെ ഹല്ലേലൂയ. 19. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് തീക്ഷ്ണത ഞാൻ ജ്വലിക്കുന്നു. ഏലിയാൻ്റെ കാലം കഴിയുമ്പോൾ കർത്താവും ദേവാലയം ശുദ്ധീകരിക്കാനുള്ള കാരണം എന്താണ്? അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിയിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 69-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. 69 സങ്കീർത്തനം 69 9-ാം തിരുവചനം. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത. അത് സങ്കീർത്തനം പറയണത്, കർത്താവേ അങ്ങയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. ശരിയായി സംയോജിപ്പിച്ചിരിക്കുന്ന നഗരമായ ജെറുസലേമേ, നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ എൻ്റെ കാലുകൾ നിൻ്റെ പടുവാതിക്കൾക്ക് ഊന്നിയിരിക്കുന്നു. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. വായിച്ചോളൂ. 122-ാം സങ്കീർത്തനം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു.
ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു. കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ദാവീദിന്റെ ഭവനത്തിന്റെ ന്യായാസനങ്ങൾ. ജെറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. മക്കളെ, എല്ലാ സങ്കടങ്ങളെയും, നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ ഉത്കണ്ഠകളെയും അതിജീവിക്കാനുള്ള ഒരു മറുമരുന്നാണ് എന്താണ്? ദൈവത്തിൻ്റെ സന്നിധാനം. എന്താണ്? കർത്താവിൻ്റെ ആലയത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യം പ്രാപിക്കട്ടെ. എന്തൊരു സന്തോഷമാണ്, എന്തൊരു ദൈവസ്നേഹമാണ്. അതായത് ജെറുസലേം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഞങ്ങൾ പോകാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അവിടെ എത്തിയതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തകൻ്റെ സന്തോഷം ഭയങ്കരമാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യണ മുമ്പ് തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകണം. അല്ലെങ്കിൽ അവിടെ എങ്ങോട്ട് ആലപ്പുഴ പോകാം, അവിടെ ഒരു മാതാവുണ്ട്, അവിടെ കൊണ്ട് അപേക്ഷ എഴുതിയിട്ടാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിരിക്കണല്ലേ. അങ്ങനെ കുറേ കാണ്ടാമൃഗങ്ങൾ വന്നിട്ടുണ്ട്. അതല്ല സംഭവം. നിങ്ങൾ ദൈവം സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ജന്മത്തിൽ, ഈ ആയുസ്സിൽ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടോ, നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ കഞ്ചാവിന് അടിമയായോ, അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതൊരു പ്രശ്നമേ അല്ല. അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ മണ്ണിൽ മാറിയ ചരിത്രമാണ് കൃപാസനത്തിൻ്റെ ചരിത്രം. അതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ പ്രശ്നം എന്താണ്? ദൈവത്തെ സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചിട്ട് ആ വിളി മനസ്സിലാക്കാത്ത പോലെയല്ലേ നമ്മുടെ പ്രശ്നം. ഇപ്പോഴെന്താ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? ഈ കവനൻ്റിലൂടെ, ഈ ഉടമ്പടിയിലൂടെ, എൻ്റെ പൈതലെ, നീ ഇപ്പോൾ നിൻ്റെ ദൈവമായിട്ട് നിരപ്പാകാൻ പോകുന്നു. നീ ദൈവമായിട്ട് ധാരണയാകാൻ പോകുന്നു. നിന്റെ ദൈവത്തെ സ്നേഹിക്കാനുള്ള അവസരം നീ തിരിച്ചറിയുന്നു. അവസരം സ്നേഹിച്ചുകൊണ്ട് നീ തീഷ്ണതയായി ജ്വലിച്ചുകൊണ്ട് നീ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ പോകുന്നു. മറ്റാരും നിന്നെ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിൽ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ വേണ്ടി ദൈവം ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ദാറ്റ് ഈസ് കവനന്റ്. അതാണ് ഉടമ്പടി. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയോടെ ദൈവത്തെ സ്നേഹിക്കാൻ, ആ സ്നേഹത്തിൻ്റെ തീക്ഷ ജ്വലിച്ചുകൊണ്ട് നിന്റെ സത്യസന്ധത വെളിവാക്കിക്കൊണ്ട് ദൈവത്തെ, ഈ ലോകത്തെ ജയിക്കാൻ ദൈവത്തിൻ്റെ സ്വർഗീയ സംവിധാനമാണ് ഉടമ്പടി. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അർച്ചനാജീമി പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രസകരമാണ്. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഞങ്ങൾക്ക് കുറേ കടങ്ങൾ ഉള്ളതാണ് ബാങ്കിൽ. ഇപ്പോൾ 2 മക്കളുണ്ട്. 2 മക്കൾക്കും വിദേശത്ത് പോയി പഠിക്കണം. അപ്പോൾ ആദ്യത്തെ കടമ്പ IELTS ആണ്. അത് 5, 6, 10 പ്രാവശ്യമൊക്കെ ആൾക്കാർ എഴുതണത്. പിന്നത്തെ കടമ്പയെന്ന് പറയണത് പണമാണ്. അതിനും കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചാണ് ആൾക്കാർ 10-20 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയത്തിനും ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. ഈ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, കർത്താവല്ലാതെ ചെയ്യണത് നിങ്ങളാണെന്ന് ഓർത്തേക്കണം. അത് ഉടമ്പടി അനോയിൻറ്റിങ് ലെവലിലായിട്ടില്ല. ഇപ്പോഴും മസ്കുലർ മാനുവൽ ലെവലിൽ കിടക്കുകയാണ്. ഉടമ്പടിക്ക് 2 ലെവലുണ്ട്. ഒന്ന് അനോയിൻറ്റിങ് ലെവൽ. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല, അത് കർത്താവ് തന്നെ ചെയ്യും. മകൻ ഒറ്റ പ്രാവശ്യം പോയി IELTS എഴുതി, അപ്പം തന്നെ ജയിച്ചു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ പൈസ സെറ്റാകാനും ഒരു തടസ്സമില്ല.
അതായത് അവൻ ജയിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഒരു ഭർത്താവിനൊരു സ്നേഹിതരുണ്ടായിരുന്നു. അവൻ ചോദിച്ചും പിടിച്ച് വന്ന് പറഞ്ഞു, മകനെ വിടുന്നില്ലേ, കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. സിമ്പിൾ, എല്ലാം സിമ്പിൾ. നോക്കിയേ, ഇതിന് മസിലില്ല, മാനുവലില്ല, എല്ലാം എന്താണ്? ദൈവം നേരിട്ട് നിന്ന്, അതായത് ഈശോ നേരെ വീട്ടിൽ വന്നിട്ട് നിന്ന് നിർത്തി, ആൾ നമ്മൾ നിർത്തി കാര്യസ്ഥനായിട്ട് വന്നിട്ട് നിന്ന് ചെയ്യിക്കും. അവിടെ പോയി നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യിക്കും. ഇവൾ പിന്നെ മൂന്നാമത് കാര്യം പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ മനസ്സ് മാറിപ്പോയി എന്ന്. അവസാനം ഉടമ്പടി അവസാനിപ്പിക്കണം അങ്ങനെയാണ്. എൻ്റെ ഇളയ മകനെയും കർത്താവ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത്, എൻ്റെ ഇളയ മകനെയും കർത്താവ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. ഇപ്പോഴെന്താണ്? എൻ്റെ ശമ്പളം കൂടി, എൻ്റെ മനസ്സും മാറിപ്പോയെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇതൊന്നും ഏക്കാത്തൊരു മനസ്സ് കർത്താവ് കൊടുത്തവർക്ക്, ഇതൊന്നും ഏക്കാത്ത ഒരു മനസ്സ്. നമ്മൾ എസെക്കിയേൽ 36 എടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാറ്റ്സ് ഓക്കേ. പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ മക്കൾ, ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അനോയിൻറ്റഡ് ഹാർട്ടാണ്. നമ്മൾ അനുഭവത്തിലേ, ദൈവവചനത്തിൻ്റെ അനുഭവത്തിൽ അതെങ്ങനെയാണെന്നാണ്. ദൈവവചനത്തിൻ്റെ അനുഭവത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇതേ വേവ് ലെങ്തിൽ ദൈവാനുഭവം പ്രാപിച്ചവരുടെ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഒരു ഹൃദയം ഇവർക്ക് വെച്ച് കൊടുക്കും ദൈവം. ഈ ഒരു പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ഹൃദയം, മാംസമായ ഹൃദയം, കഠിന ശിലാതുല്യമായ ഹൃദയം എന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനോടും നമുക്ക് നിരാശ, സങ്കടം, ദേഷ്യം, അരിശം, കോപം ഇങ്ങനെയൊക്കെ തോന്നുന്ന അതായത് ശിലാതുല്യമായ ഹൃദയം അതെന്ത് ചെയ്യും? എടുത്തു മാറ്റുമെന്നാണ്. അപ്പം നിൻ്റെ കോപം മാറണില്ല, നിൻ്റെ എടുത്തുചാട്ടം മാറണില്ല, മുൻകോപം മാറണില്ല എന്നൊക്കെ നീ പറയല്ലേ. നമുക്ക് വേണമെങ്കിൽ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാസ, നിത്യാസ, സമാധിയിലൂടെ ഒരു വേണമെങ്കിൽ നമുക്ക് മാനുഷികമായിട്ട് ഒരു ആധ്യാത്മിക യുദ്ധത്തിൽ ഏർപ്പെടുത്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കാൻ പറ്റും. പക്ഷേ ദൈവികമായ കാര്യം ഈ മാനുവലിലല്ല നടക്കുന്നത്. ദൈവം തന്നെ എടുത്ത് മാറ്റുകയാണ്. ശിലാഹൃദയം എടുത്തു മാറ്റും. ഒരു സുപ്രഭാതത്തിൽ ദൈവം ആ സംഭവം എടുത്ത് മാറ്റും. കോപിക്കുന്ന സ്വഭാവം എടുത്ത് മാറ്റും. ദേഷ്യപ്പെടുന്ന സ്വഭാവം എടുത്ത് മാറ്റും. എടുത്തുചാട്ടത്തിൻ്റെ സ്വഭാവം എടുത്ത് മാറ്റും. വെറുപ്പിൻ്റെ സ്വഭാവം എടുത്ത് മാറ്റും. ദൈവം എടുത്ത് മാറ്റും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ ഉടമ്പടി എടുത്ത ദൈവ പൈതലാണ്. എന്റെ കോപിക്കുന്ന സ്വഭാവത്തെ, കഠിനമായ ഹൃദയത്തെ, പ്രതികാരമുള്ള ഹൃദയത്തെ, ദേഷ്യമുള്ള ഹൃദയത്തെ എടുത്തു മാറ്റണമേ. എന്നിൽ അങ്ങയുടെ ഹൃദയത്തെ, ദൈവഹൃദയത്തെ പുനഃസ്ഥാപിക്കണമേ. എസെക്കിയേൽ 36 ദൈവഹൃദയത്താൽ, പുതിയ ഹൃദയത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളിൽ ഹല്ലേലൂയ 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 കർത്താവ് അരുൾ ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും. എൻ്റെ മക്കളെ, ഇതാണ് പ്രശ്നം. അതായത് നമ്മൾ നേരത്തെ വായിച്ച ജെറമിയായുടെ എസെക്കിയേൽ 36:26 ശിലാഹൃദയം എടുത്ത് മാറ്റിയിട്ട് മാംസലമായ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം നൽകുന്നു എന്നതിൻ്റെ അർത്ഥം
അത് ഈ ജെറമ്യ 31-33 എന്താ അത് കാര്യം? ദൈവത്തിൻ്റെ ഹൃദയം തന്നെ നമുക്ക് തരികയാണ്. അപ്പം നമുക്ക് വൈരാഗ്യം ഉണ്ടാകും. നമ്മൾ ആരെങ്കിലും വെറുപ്പ് നമ്മളോട് വെറുപ്പ് ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ശത്രുതയോടെ നമ്മളോട് എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ നമുക്ക് വൈരാഗ്യം ഉണ്ടാകും. അതുപോലെ നമ്മൾ തിന്മ ചെയ്താൽ നമുക്ക് അവരോട് തിന്മ ചെയ്യാൻ തോന്നാം. അതുപോലെ ഓരോ തരത്തിലുമുള്ള അതെല്ലാം മാനുഷ്യമായ ഹൃദയമാണ്. ഇനി നമ്മളോട് എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ ഹൃദയം, ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതി വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്യുന്നതിന് ദൈവം പറയുന്ന വേറെ വാക്കാണ്. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചുരുട്ടിയിട്ടത് പ്രശ്നമല്ല. ദൈവം നേരിട്ട് നിന്റെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടി നിൻ്റെ ഹൃദയം സമർപ്പിക്കണം. നീ മനസ്സിലായില്ലേ? നീ ഇവിടെ കൊണ്ടുവന്ന് ചുരുട്ടിയിടുന്ന പ്രശ്നമല്ല ഇത്. ഇതിങ്ങനെ ചെയ്യണ മുമ്പ് തന്നെ നിൻ്റെ ഹൃദയത്തെ ദൈവ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതാൻ വേണ്ടി മാത്രം ദൈവം നിൻ്റെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കണം. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നീ എഴുതണം. എന്താണ്? ഹൃദയത്തിൽ എഴുതപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടുകയും ദൈവത്തിൻ്റെ ദൈവത്തിനോടുള്ള സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വാക്കിൻ്റെ അരൂപിയിൽ കർത്താവിനോടുള്ള സ്നേഹത്താൽ കർത്താവിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ അവിടുത്തെ വചനങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുള്ള അനുഭവത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്ത് ദൈവം നമ്മളെ തമ്മിൽ ഉടമ്പടി ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? അപ്പോഴാണ് നമുക്കിതൊന്നും ഫീൽ ചെയ്യത്തില്ല. അതിന് അഭിഷേക ഹൃദയം എന്ന് പറയണത്. നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ദൈവത്തിന് ഫീൽ ചെയ്യുമോ? ഇല്ല.